വിജയകൃഷ്ണൻ നടന്നു വന്ന് തൻ്റെ കയ്യിലിരുന്ന പൊതി ഡൈനിങ് ടേബിളിൽ താൻ ഇരുന്ന് ആഹാരം കഴിക്കുന്ന ചെയറിന് മുൻപിൽ വച്ച ശേഷം അവിടെ എല്ലാവരും എത്തിക്കഴിഞ്ഞോ എന്ന് നോക്കി. അനുറാണിയുടെ മുഖത്തൊഴികെ മറ്റാരിലും അയാൾക്ക് സന്തോഷഭാവം കാണാൻ കഴിഞ്ഞില്ല. നവമിയാകട്ടെ അനുറാണി അവൾക്ക് മുമ്പിൽ പ്ലേറ്റ് വച്ച ശേഷം ചപ്പാത്തി എടുത്ത് വച്ചു കൊടുത്തതിന് മീതെ വിരലുകൾ വച്ച് കോറിക്കൊണ്ട് അതിലേക്ക് നോക്കിയിരിക്കുകയാണ്. അവളുടെ ഭാവം കണ്ടാൽ താൻ ഈ സദസ്സിൽ ഒരു അധികപ്പറ്റായതുപോലെ തോന്നിപ്പിക്കുമായിരുന്നു. ആഹാ, പ്രവീണ എവിടെ? അവൾ നേരത്തെ കഴിച്ചിട്ട് സ്ഥലം കാലിയാക്കിയോ? അവളുടെ പ്ലേറ്റല്ലേ ഇത്? ഇതിൽ പകുതിയിൽ കൂടുതൽ ഭക്ഷണം ഇരിപ്പുണ്ടല്ലോ. വിജയകൃഷ്ണൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. സുമംഗലയാകട്ടെ അത് തന്നോടല്ലെന്ന മട്ടിൽ ഒരു ചപ്പാത്തി എടുത്തു വെച്ച് അതിനു മീതെ അല്പം വെജിറ്റബിൾ കുറുമ ഒഴിച്ചു. സന്ദീപിന് അച്ഛനൊന്നൊരാൾ അവിടെ നിൽക്കുന്നെന്ന ഭാവമൊന്നുമില്ലാതെ മൊബൈലിൽ നോക്കിയിരുന്ന ആഹാരം കഴിപ്പ് തുടരുകയാണ്. നിങ്ങൾക്കൊന്നും വായിൽ നാക്കില്ലേ? ഈ ഇരിക്കുന്ന ആഹാരം ആരാ വേസ്റ്റാക്കിയിരിക്കുന്നതെന്നാ ഞാൻ ചോദിച്ചത്. അയാളുടെ നോട്ടം എല്ലാ മുഖങ്ങളിലൂടെയും ഊർന്ന് ഭാര്യയുടെ മുഖത്തെത്തി നിന്നു. അത് പ്രവീണ കഴിച്ച പ്ലേറ്റാണ്. അവൾക്ക് മതിയായെന്ന് പറഞ്ഞെണീറ്റ് പോയി. താൻ തന്നെ വിജയകൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇനിയും ചോദ്യം അദ്ദേഹം ആവർത്തിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. മതിയായെന്ന് പറഞ്ഞെണീറ്റ് പോയോ? അവൾ എങ്ങോട്ട് പോയി? അവൾക്ക് വേണ്ടായിരുന്നെങ്കിൽ പിന്നെന്തിനാ ഇത്രയും ആഹാരമെടുത്ത് വേസ്റ്റാക്കി കളയുന്നത്? വിജയേട്ടനിപ്പോൾ എന്താ വേണ്ടത്? ആഹാരം കഴിക്കുന്നത് നിർത്തിയിട്ട് സുമംഗല ഭർത്താവിനെ നോക്കി. വിജയേട്ടനുള്ള ആഹാരത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്ന് വിജയേട്ടൻ നോക്ക്. അങ്ങനെയുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തിയാൽ പോരെ പ്രവീണയെ? അവൾ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ എന്തെങ്കിലും കണ്ടു കാണും. അതുകൊണ്ടായിരിക്കും അവൾ എണീറ്റ് പോയത്. ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയോ? അവൾക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ കാണിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരിയിരിക്കുന്നു സുമേ ഇവിടെ? ഇത്രയും പേര് മതിയല്ലോ. അതിനുവേണ്ടി ഇനി പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ഇടിച്ചു കയറേണ്ട ആവശ്യമുണ്ടോ? അയാൾ തനിക്ക് മനസ്സിലായ എന്ന അർത്ഥത്തിൽ ഒന്ന് മൂളി. മോളെ, വിജയകൃഷ്ണൻ അനുറാണിയെ നോക്കി വിളിച്ചു. അനുറാണി മുഖമുയർത്തി അച്ഛനെ നോക്കി. പോയി പ്രവീണയോട് വരാൻ പറയും. അച്ഛൻ വിളിക്കുന്നെന്ന് പറയും. ഞാൻ ഉറങ്ങാൻ കിടന്നെന്നോ എനിക്ക് പഠിക്കാനുണ്ടെന്നോ ഒക്കെ പറഞ്ഞൊഴിയാൻ നോക്കിയാൽ അച്ഛൻ അവിടേക്ക് വരുമെന്ന് പറഞ്ഞേക്ക്. വിജയേട്ടൻ ഇതെന്താ കാണിക്കാൻ പോകുന്നത്? അവൾക്ക് പഠിക്കാൻ കാണും വിജയേട്ട. അവൾ ആഹാരം കഴിക്കാതെ പോയതിന് അവളെ തിരികെ വിളിച്ചു വരുത്തി ഇത്രയും പേരുടെ മുമ്പ് വെച്ച് വിജയേട്ടൻ അവളെ ചോദ്യം ചെയ്യാൻ പോവാണോ? കഷ്ടം. അവളൊരു നഴ്സറി കുട്ടിയൊന്നുമല്ലെന്ന് വിജയേട്ടൻ മറന്നു പോകരുത്. എൻ്റെ മോളല്ലേടി സുമി അവൾ. അതുകൊണ്ട് നീ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. അത്രയും പറഞ്ഞിട്ട് അയാൾ അനുവിനെ നോക്കി. താൻ പോണോ വേണ്ടയോ എന്നുള്ള സന്ദേഹത്തിൽ നിൽക്കുകയായിരുന്നു അവൾ. പോയിട്ട് വാ, പെട്ടെന്ന് വരാൻ പറയുക അവളോട്. അനുറാണി പടവുകൾ കയറി മുകൾ നിലയിലെ പ്രവീണയുടെ റൂമിലേക്ക് ചെന്നു. അവൾ ബെഡിൽ കിടന്ന ഇയർഫോൺ കാതുകളിൽ ഉറപ്പിച്ച് ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അനുറാണി വാതിൽ പകുതി തുറന്ന് തലമാത്രം അകത്തേക്കിട്ട് ചേച്ചിയെ അച്ഛൻ അന്വേഷിക്കുന്നു, പെട്ടെന്നിറങ്ങി താഴേക്ക് വരാൻ പറഞ്ഞു എന്നറിയിച്ചു. പോടി ഇറങ്ങി. അനുവിൻ്റെ തലവെട്ടം കണ്ടതും പ്രവീണ ചാടി എണീറ്റ് ചീറി. മേലിൽ നീ എൻ്റെ റൂമിൻ്റെ മുമ്പിൽ പോലും വന്നു പോരുത്. നീ ചെന്ന് അവളുടെ മുറിയിൽ അടയിരിക്കടി, നന്ദിയില്ലാത്തവളെ. നിനക്കിപ്പോൾ എവിടെന്നോ തെണ്ടിക്കയറി വന്ന ആ പിച്ചക്കാരി മതി അല്ലേടി? കണ്ട തെണ്ടിച്ചുകൾക്ക് സേവ ചെയ്തിട്ട് നീ എൻ്റെ മുമ്പിൽ വന്നു നിന്ന് കുരയ്ക്കുന്നോ? പൊയ്ക്കോണം എൻ്റെ കൺമുമ്പിൽ നിന്ന്. പ്രവീണ നടന്ന് തനിക്ക് മുൻപിലേക്ക് വരുന്നത് കണ്ടപ്പോൾ അനുറാണി അല്പം പിന്നിലേക്ക് മാറി നിന്നു. ചേച്ചി, ഞാൻ ചേച്ചിയോട് വഴക്കിന് വന്നതല്ല. ചേച്ചി ഇറങ്ങി താഴേക്ക് വന്നില്ലെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് കയറി വരുമെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോവാ. അനുറാണി തിരികെ നടന്നതും അല്പനേരം ചിന്തിച്ചെന്നതിന് ശേഷം മുറിയുടെ വാതിലടച്ചിട്ട് പ്രവീണ ഇറങ്ങി താഴേക്ക് ചെന്നു. നീ പഠിക്കുമായിരുന്നോ മോളെ? നിനക്കെന്താ നാളെ എക്സാം വല്ലതുണ്ടോ? പ്രവീണ അവസാന പടവും ഇറങ്ങി അവിടെ തന്നെ നിന്നതോടെ വിജയകൃഷ്ണൻ ചോദിച്ചു. ഇല്ല. അവൾ കൈകൾ പിണച്ച് മാറിൽ കെട്ടി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. അടുത്തോട്ട് വാ മോളെ. നീ എന്താ മാറി ദൂരെ നിൽക്കുന്നത്? അയാൾ അവൾക്ക് നേരെ കൈ നീട്ടിയപ്പോൾ അവൾ വന്ന സുമംഗലയ്ക്കും സന്ദീപിനും പിന്നിലായി നിന്നു. വിജയകൃഷ്ണൻ താൻ കൊണ്ടുവന്ന പൊതിയെടുത്ത് തുറന്ന ശേഷം അതിൽ നിന്ന് ചെറിയൊരു കിറ്റെടുത്ത് മേശപ്പുറത്തേക്ക് കുടഞ്ഞ് അതിലുള്ള സാധനം പുറത്തിട്ടു. തലേ ദിവസം നവമിയുടെ കയ്യിൽ നിന്ന് സന്ദീപ് പിടിച്ചു വാങ്ങി ഭിത്തിയിൽ എറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞ മൊബൈലിൻ്റെ പാർട്സുകളായിരുന്നു അത്. ഇതെന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ടല്ലോ. ഇന്നലെ എൻ്റെ മകൻ സന്ദീപ് കാണിച്ച ഒരു വീരകൃത്യത്തിൻ്റെ ബാക്കി പത്രമാണിത്. ഇതും കൊണ്ട് ഞാനൊന്ന് ടൗണിൽ കയറി ഇറങ്ങാത്ത ഒറ്റ മൊബൈൽ സർവീസ് സെൻ്ററില്ല. ഇതൊന്ന് ശരിയാക്കിയെടുക്കാൻ നോക്കിയ ടെക്നീഷ്യന്മാരെല്ലാം ഇതിൻ്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞു പോവുകയായിരുന്നു. എല്ലാവരും ചോദിച്ചത് ഇതെന്താ സാറേ, ട്രെയിനിൻ്റെ അടിയിൽപ്പെട്ട മൊബൈലാണോ എന്നാണ്. ഇനി ഇത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് അതോടെ എനിക്ക് മനസ്സിലായി. എൻ്റെ മകൻ ചെയ്ത തെറ്റാണ് ഒരു മൊബൈൽ ഫോണിനെ ഈ വിധത്തിൽ നുറുക്കിക്കളഞ്ഞത്. അതും ഒരു പെൺകുട്ടിയോട് ചെയ്ത തെറ്റ്. അവൻ്റെ അച്ഛനെന്ന നിലയ്ക്ക് ഞാനതിന് പ്രായശ്ചിത്തം ചെയ്തല്ലേ പറ്റൂ. അയാളൊന്ന് നിർത്തിയിട്ട് സന്ദീപിനെ നോക്കി.
അച്ഛൻ്റെ കണ്ണുകളെ നേരിടാനാവാതെ അവൻ നോട്ടം മാറ്റിക്കളഞ്ഞു. ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഞാനോ നിന്റെ അമ്മയോ കാശ് മുടക്കി വാങ്ങിച്ചു കൊടുത്തതല്ല സന്ദീപേ. അവൾക്കിത് സമ്മാനിച്ചത് അവളുടെ കൊല്ലത്തെ അച്ഛനായിരുന്നു. ആ നിലയ്ക്ക് എൻ്റെ മോന് അവളുടെ കയ്യിലിരിക്കുന്ന ഫോണൊന്ന് തൊട്ടു നോക്കാൻ പോലും അവകാശമില്ലാത്തതായിരുന്നു. എന്നിട്ട് നീ ചെയ്തത് എന്താ സന്ദീപേ? ബലമായി അവളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിയെടുത്ത് നശിപ്പിച്ചു കളഞ്ഞു അല്ലേ? അവൾക്ക് ആ നഷ്ടപ്പെട്ടു പോയ ഫോണിന് പകരം മറ്റൊരു ഫോൺ കൂടിയേ തീരൂ. 10,000-15,000 രൂപ മുടക്കി നിന്നെക്കൊണ്ട് അതുപോലെ മറ്റൊന്ന് വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ സന്ദീപേ? അച്ഛൻ്റെ ചോദ്യം കേട്ട് അവൻ തൊട്ടടുത്തിരിക്കുന്ന അമ്മയെ നോക്കി. നിന്റെ അമ്മയെല്ലാം മറുപടി പറയേണ്ടത് നീയാ. അതും എൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞിരിക്കണം, കേട്ടല്ലോ? സന്ദീപ് ഒന്നും പറയാതിരിക്കുന്നത് കണ്ടതോടെ അയാൾ തുടർന്നു. എൻ്റെ മകൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യേണ്ട ചുമതല അവൻ്റെ അച്ഛനെന്ന നിലയ്ക്ക് എനിക്കുള്ളതാണല്ലോ. വിജയകൃഷ്ണൻ ആ പൊതിയിൽ ബാക്കിയുണ്ടായിരുന്ന പുതിയൊരു മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് പിടിച്ചിട്ട് എല്ലാവരെയും നോക്കി. 30,000 രൂപ വിലയുള്ള ഫോണായത്. ഇതിൽ ആരെങ്കിലും തൊട്ട് കളിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ. ആർക്കെങ്കിലും ഈ ഫോൺ നവമിയുടെ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ എറിഞ്ഞു പൊട്ടിച്ച് കളയാൻ തോന്നുമെങ്കിൽ ഇവിടെ കിച്ചണിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതെടുത്ത് നശിപ്പിച്ചേക്കുക, കേട്ടല്ലോ? അത്രയും കേട്ടതോടെ സന്ദീപ് ധൃതിയിൽ എണീറ്റ് കൈപോലും കഴുകാതെ തൻ്റെ റൂമിലേക്ക് പോന്നു. ആ പോക്കിൽ കനലെരിയുന്ന കണ്ണുകൾ കൊണ്ട് നവമിയെ ഒന്ന് നോക്കാനും അവൻ മറന്നില്ല. സന്ദീപ് നടന്ന് തൻ്റെ റൂമിലേക്ക് കയറിപ്പോകുന്നതുവരെ വിജയകൃഷ്ണൻ അവനെ നോക്കി നിന്നു. വിജയകൃഷ്ണൻ പ്രവീണയുടെ മുമ്പിലേക്ക് ചെന്നു. നിന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ മോളെ? നിന്റെ അച്ഛൻ അവൾക്കൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത് കണ്ട് നീ കൊതിച്ചോട്ടെ എന്ന് കരുതിയിട്ടല്ല. നിന്നെപ്പോലൊരു പെൺകുട്ടിയല്ലേടി അവളും. നിന്റെ കൂടപ്പിറപ്പ് അവളോട് അങ്ങനെ ഒരു ദുഷ്ടപ്രവൃത്തി ചെയ്യുമ്പോൾ കയ്യും കെട്ടി നീ അത് നോക്കി നിന്നു അല്ലേ? അത് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുവിരലെങ്കിലും അനക്ക് പ്രതിഷേധിച്ചോ നീ? നിന്റെ അനിയത്തിക്കുള്ളത്ര മനസാക്ഷി പോലും നിനക്കെന്താ മോളെ ഇല്ലാതായി പോയത്? നീയല്ലേ അവൾക്ക് കൂടി നന്മയുടെ വഴികൾ കാട്ടിക്കൊടുക്കേണ്ടവൾ. പക്ഷേ അയാൾ അർത്ഥോക്തിയിൽ നിർത്തി. പ്രവീണ താൻ യാതൊരു സന്ധിക്കും തയ്യാറല്ലാത്ത വിധം വിജയകൃഷ്ണനെ നോക്കി. അച്ഛനെന്താ പറഞ്ഞത്? സന്ദീപേട്ടൻ ആ ഫോൺ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി നശിപ്പിച്ച് കളഞ്ഞപ്പോൾ ഞാനെന്താ പ്രതികരിക്കാതിരുന്നതെന്നോ? മനസ്സില്ലായിരുന്നു അച്ഛാ എനിക്ക്. ഇവളോട് സന്ദീപേട്ടൻ അതല്ല അതിനപ്പുറം ചെയ്താലും ഞാൻ നോക്കി നിൽക്കുകയുള്ളൂ. ഒരൊറ്റ അക്ഷരം പ്രതികരിക്കില്ല ഞാൻ. അല്ലെങ്കിൽ അച്ഛൻ കണ്ടോളൂ. മുഖത്തടിക്കും മട്ടിൽ അവൾ പറഞ്ഞു. മോളെ, വിജയകൃഷ്ണൻ അവിശ്വസനീയതയോടെ വിളിച്ചു. എനിക്കിഷ്ടമല്ല അച്ഛാ. അച്ഛൻ ഇവിടെ അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞ് ഇത്രയും നാൾ എവിടെയോ കിടന്ന ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഈ വീട്ടിൽ ഞങ്ങൾക്കൊപ്പം താമസിപ്പിച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും ഇഷ്ടമല്ല. സന്ദീപേട്ടന് ഇഷ്ടമല്ല. അമ്മയുടെ ബന്ധുക്കൾക്ക് ആർക്കും ഇഷ്ടമല്ല. എന്നിട്ടും അച്ഛൻ എന്തിനാ വാശി പിടിക്കുന്നത്? ഇവളെ ഇവിടെ തന്നെയേ താമസിപ്പിക്കുകയുള്ളൂ എന്ന്. ആരോരുമില്ലാത്തവർക്ക് താമസിക്കാനായി ഈ ലോകത്ത് എത്രയെത്ര അനാഥാലയങ്ങളുണ്ട്. അച്ഛനെന്താ ഇവളെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ മടി? അച്ഛൻ്റെ മകളെന്ന് അച്ഛൻ വിശേഷിപ്പിക്കുന്ന ഇവൾ ഇത്രയും നാൾ ജീവിച്ചത് ഇവളുടെ ബന്ധുമിത്രാദികൾക്കൊപ്പമായിരുന്നോ? അല്ലല്ലോ. അന്യരായ കുറച്ച് മനുഷ്യർക്കൊപ്പം ഇത്രയും നാൾ ജീവിക്കാമെങ്കിൽ ഇനിയും ഇവൾക്ക് അത് തുടർന്നാലെന്താ? ഞാനും സന്ദീപേട്ടനും അമ്മയുമൊക്കെ ജീവിക്കുന്നത് വന്യമൃഗങ്ങൾക്കൊപ്പം വനാന്തരങ്ങളിലൊന്നുമല്ല, ഒരു പൊതുസമൂഹത്തിനിടയിലാണ്. ഞങ്ങൾക്ക് ചുറ്റിനും മനുഷ്യരുണ്ടച്ച. അവരിൽ നിന്ന് ഇവളെ ചൂണ്ടി നീണ്ടുവരുന്ന ഒരു ചോദ്യത്തിനും ശിരസുയർത്തിപ്പിടിച്ച് ഞങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല. അതെന്താ അച്ഛൻ ഓർക്കാത്തത്? അച്ഛൻ എപ്പോഴും ഞങ്ങളെല്ലാം ഇവൾക്ക് നേരെ മനുഷ്യത്വം കാണിക്കണം എന്നൊരൊറ്റ പല്ലവിയല്ലേ പാടാനുള്ളൂ. ഞാൻ തിരിച്ച് അച്ഛനോട് പറയുക, പൊതുസമൂഹത്തിനിടയിൽ അച്ഛൻ്റെ ജാരസന്ധതയെക്കുറിച്ച് ഉയരുന്ന ചോദ്യങ്ങളിൽ നിന്നും അച്ഛൻ ആദ്യം ഞങ്ങൾക്കൊരു രക്ഷത. അച്ഛൻ്റെ മക്കളല്ലേ ഞങ്ങൾ. അച്ഛൻ്റെ ഒരൊറ്റ പ്രവൃത്തി മൂലം അഭിമാനം പണയം വെച്ച് ഞങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ തലകുനിച്ചു നിൽക്കണോ? വേണോ അച്ഛാ? പ്രവീണയുടെ ചോദ്യത്തിന് മുൻപിൽ വിജയകൃഷ്ണൻ പതറി നിൽക്കുന്നത് കണ്ടതോടെ സുമംഗലയ്ക്ക് സന്തോഷമായി. വിജയകൃഷ്ണൻ മറുപടി പറയാതെ കയ്യിലിരുന്ന മൊബൈൽ ഫോണിൻ്റെ പാക്കറ്റ് അനുവിന് നേർക്ക് നീട്ടി. പഴയ സിം കാർഡും മെമ്മറി കാർഡും നിന്റെ കയ്യിൽ ഇരിപ്പില്ലേ മോളെ? അതൊക്കെ ഇതിലിട്ട് അവളെ ഏൽപ്പിച്ചേക്ക്, അയാൾ പറഞ്ഞു. അനു ഫോൺ വാങ്ങിച്ചതോടെ നവമിയും കൂട്ടി റൂമിലേക്ക് പോയിക്കൊള്ളാൻ അയാൾ പറഞ്ഞു. അവർ പോയതോടെ അവിടെ പ്രവീണയും അച്ഛനും അമ്മയും മാത്രമായി. 30,000 രൂപ വിലയുള്ള ഫോൺ വാങ്ങി അവൾക്ക് സമ്മാനിച്ചിരിക്കുന്നു. ആരെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു വിജയേട്ടൻ അത് ചെയ്തത്? സ്വന്തം മക്കളെ അല്ലേ? എന്നിട്ടിപ്പോൾ തോറ്റമ്പി നിൽക്കുന്നത് ആരാ വിജയേട്ടാ? അതും സ്വന്തം മകളുടെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ. ഇനിയെങ്കിലും വിജയേട്ടന് ഈ വീട്ടിൽ നിന്ന് അവളെ വിളിച്ചിറക്കി കൊണ്ട് പോകരുതോ? അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ മുമ്പിൽ വിജയേട്ടൻ എന്നും തോറ്റുകൊണ്ടേയിരിക്കും. സുമംഗല വന്ന് പ്രവീണയുടെ കൈക്ക് പിടിച്ച് അവളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. ആ വലിയ വീട്ടിൽ അതിലും വലിയൊരു മൗന പേടകത്തിനുള്ളിൽ താൻ തനിച്ചായി പോയതുപോലെ വിജയകൃഷ്ണന് തോന്നി.